ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ USSന്റെ എക്സാമിൻ്റെ ചൂടിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? എല്ലാം പഠിക്കുന്നു ചെയ്യുന്നു. അപ്പോൾ മിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് USS എക്സാമിന് എന്ന്. അപ്പോൾ അത് നമ്മളിങ്ങനെ അതന്നെ കറക്കിക്കുത്ത് യെസ്, അപ്പോൾ അങ്ങനെയുള്ള കറക്കിക്കുത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ OMR ഷീറ്റിൽ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും മിസ് ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആണ് അല്ലേ? അപ്പോൾ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ മിസ്സിനെ പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരല്ല അത് നോക്കുന്നുണ്ടാവും. അപ്പോൾ അയ്യോ പാവം കുട്ടി ഇതിനറിയാം എന്നാലും തെറ്റിപ്പോയതായിരിക്കും എന്ന് വെച്ചിട്ട് മാർക്ക് കിട്ടില്ല. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന് അങ്ങനത്തെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നുമില്ല. അപ്പോൾ എന്ത് പറ്റും, അത് അസാധുവായിട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കഴിയും. ഓക്കെ, യെസ്, എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഡു ഇടരുത്. ഓക്കെ, നിങ്ങൾ ആ ഓട്ടയ്ക്കകത്ത് എന്ത് ചെയ്യരുത്, ഇങ്ങനെ പോയിട്ട് ഇൻഡു ഇട്ട് വെക്കരുത്, അതേപോലെ ടിക്ക് ഇട്ട് വെക്കരുത്, ഒന്നും ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ, മക്കളെ ശ്രദ്ധിക്കുക, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് വളരെ വൃത്തിയായിട്ട് ബബിൾ ചെയ്യാം. ഓക്കെ, വളരെ വൃത്തിയായിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ B ആണെങ്കിൽ ആ ബീനെ ബബിൾ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ബബിൾ ചെയ്യാതൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യന് ഒരു വട്ടത്തിൽ മാത്രമേ നിങ്ങൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെന്ന് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പേപ്പറിൽ വേറെ അവിടെ ഇവിടെയും കുത്തും വരെയൊന്നും പാടില്ല. ഓക്കെ, അവിടെ ഇവിടെ സ്ട്രേ മാർക്സ് ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരും. അതേപോലെ ഇവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും, ആ ബാർകോഡിന് മേലെയും ഒരു കുത്തും വരെയും ഒന്നും വരാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പറിനെ എന്ത് ചെയ്യരുത്, ഫോൾഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ചുളിവ് വരുത്തരുത്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതേപോലെ തന്നെ പേപ്പർ 1 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് 2 പേപ്പറുണ്ട്, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോൾ പേപ്പർ 1 നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടൽ, അതിൽ 45 ആൻസർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പേപ്പർ 2 നിങ്ങൾക്ക് 55 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ നിങ്ങൾ 45 ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ 90 മാർക്സ് ആണ് നിങ്ങളുടെ USSന്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതാ റോൾ നമ്പർ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങളുടെ റോൾ നമ്പർ എന്നുള്ളത് ഇതാ ഈ ഒരു പോർഷനിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താഴെ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 5 6 എന്നാണ് നിങ്ങളുടെ റോൾ നമ്പർ എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചെയ്ത് 0 ആണ്. ഓക്കെ, അപ്പോൾ 1 ഇവിടെ മാർക്ക് ചെയ്യുക, 2 ഇവിടെ മാർക്ക് ചെയ്യുക, ഇതിൻ്റെ താഴെ ഇതാ 3 ഇവിടെ മാർക്ക് ചെയ്യുക, 4 ഇതാ ഇവിടെ മാർക്ക് ചെയ്യുക, 5 എവിടെ വരുന്നു നോക്കുക, ഇതിൻ്റെ താഴെ 5 അവിടെ മാർക്ക് ചെയ്യുക, 6 ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നിങ്ങളുടെ റോൾ നമ്പർ കറക്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, യെസ്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് സെറ്റാണ്, സെറ്റ് A ആണോ, സെറ്റ് B ആണോ, സെറ്റ് C ആണോ, സെറ്റ് D ആണോ എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഏത് മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ള കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ജെൻഡർ നോക്കുക. പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പാർട്ട് A, പാർട്ട് B, പാർട്ട് C ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ബബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ OMR ഷീറ്റിൽ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ താങ്ക് യു മിസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കമൻറ്റ് താഴെ ഇടാം. ഓക്കെ, യെസ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ USSന് നിങ്ങൾക്ക് ഫുൾ മാർക്സ് സെറ്റ് ആക്കാനുള്ള എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.